എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ തൃതീയ സോപാൻ ടെസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തെല്ലാം ആക്ടിവിറ്റീസാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തൃതീയ സോപാൻ യോഗ്യത നേടുവാനുള്ള മാനദണ്ഡങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. റിട്ടൺ ടെസ്റ്റിൽ 50% അല്ലെങ്കിൽ 50% മുകളിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ലോ പ്രോമിസ് എന്നിവയ്ക്ക് 100% നേടിയിരിക്കണം. അതായത് ലോ പ്രോമിസിൽ ഒരു മിസ്റ്റേക്ക് പോലും വരാനായിട്ട് പാടുകയില്ല. ഓറൽ ടെസ്റ്റുകൾക്ക് 60%മോ അതിന് മുകളിലോ മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. സ്കില്ലുകൾക്ക് 50%, പ്രൊഫിഷ്യൻസി ബാഡ്ജുകൾക്ക് 50%-ന് മുകളിലും സ്കോർ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങളാണ് തൃതീയ സോപാൻ ടെസ്റ്റ് പാസ്സാവാൻ ഒരു കുട്ടിക്ക് നേടിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ അങ്ങനെ 3 ദിവസങ്ങളിലായിട്ട് നടത്തുന്ന പ്രോഗ്രാംസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓരോ ജില്ലയിലും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഈ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ മൊത്തം ഈ ഒരു പാറ്റേണിലാണ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. തൃതീയ സോപാൻ ടെസ്റ്റ് സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച രാവിലെ വിടുന്ന രീതിയിലാണ്. അങ്ങനെ ഒരു 3 ദിവസത്തെ ക്യാമ്പായിട്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുക. നമ്മൾ ഫുൾ യൂണിഫോമിലാണ് പോകേണ്ടത്. സ്കൗട്ട്സ് ആയാലും ഗൈഡ്സ് ആയാലും ഫുൾ യൂണിഫോമിൽ വിത്ത് ഷൂ ആൻഡ് സോക്സ്, സാഷ് അങ്ങനെ എല്ലാ ഐറ്റംസും ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ആദ്യം അവിടെ എത്തിയാൽ രജിസ്ട്രേഷൻ ഉണ്ടാവുക. ക്യാമ്പ് ഫീ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്ത് അത് നിങ്ങളുടെ GC-മാർ അല്ലെങ്കിൽ SM-മാർ ചെയ്യുന്നതാണ്. രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് ഒരു ചെസ് നമ്പർ ലഭിക്കും. ആ ചെസ് നമ്പറിലത്തെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ചെസ് നമ്പറാണ് നിങ്ങളുടെ എല്ലാ റിട്ടേൺ ടെസ്റ്റിലും എല്ലാം തുടർന്നുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ യൂണിഫോമിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മുകൾ ഭാഗത്തായിട്ട് അത് പിൻ ചെയ്ത് വെക്കണം. അത് സൂക്ഷിച്ച് വെക്കുകയും വേണം നമ്മുടെ ടെസ്റ്റ് കഴിയുന്നത് വരെ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ അപ്പോൾ തന്നെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ഫ്രണ്ട്ലി ഗെയിമോട് കൂടിയിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നത്. ഫ്രണ്ട്ലി ഗെയിം അവർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ടുള്ള ഒരു നല്ല രസകരമായ ഗെയിമിലൂടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ആരംഭിക്കുക. അതിനുശേഷം ടീ ബ്രേക്ക് ആയിരിക്കും. എന്തെങ്കിലും ചായയോ സ്നാക്സോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് വരുന്നത് സാധാരണ രീതിയിൽ റിട്ടേൺ ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് പാഡ് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതേപോലെ A4 ഷീറ്റും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മിക്കവാറും അവിടെ നിങ്ങൾ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ എക്സാമിനേഴ്സ് സൈൻ ചെയ്ത പേപ്പറാണ് തരിക. എന്നിരുന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് കയ്യിൽ വെക്കുന്നതും നല്ലത് തന്നെയാണ്. റിട്ടേൺ ടെസ്റ്റിലെ GK എന്നുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ ലോ പ്രോമിസ് ആണ് റിട്ടേൺ ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. ലോ പ്രോമിസിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക എക്സ്ക്യൂസും ഇല്ല. നമ്മളത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എഴുതാം. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. പിന്നീട് ഓറൽ ടെസ്റ്റുകളാണ് വരുന്നത്. അതായത് നമ്മൾ പ്രയർ സോങ്, ഫ്ലാഗ് സോങ്, നാഷണൽ ആന്തം അങ്ങനെ വിവിധ സോങ്ങുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ കുട്ടികളുടെ ടെസ്റ്റിന് വരുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ അത് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 3 പേര് വെച്ചിട്ടോ അത് പാടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഭംഗിയായിട്ട് അതിന് കൊടുത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് തന്നെ അത് പാടി തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് മിക്കവാറും ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. ഭക്ഷണമൊക്കെ നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. കാരണം നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എനർജി ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കണം. അതേപോലെ തന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കേണ്ടതാണ്. പിന്നീട് വരുന്നത് നോട്ട്സാണ്. അതായത് കെട്ടുകൾ. തൃതീയ സോപാനിലെ 2 കെട്ടുകൾ ചോദിക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫയർമാൻ സ്റ്റെയർ നോട്ട് അല്ലെങ്കിൽ ഡ്രൗ ഹിച്ച് ആ കെട്ടുകളൊക്കെ ചോദിക്കാം. അതേപോലെ സ്പ്ലൈസിങ് ആണ് പിന്നീട് വരുന്ന ആക്ടിവിറ്റി. ഏതെങ്കിലും 2 സ്പ്ലൈസിങ് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറയും. നമ്മളിപ്പോൾ ഐ സ്പ്ലൈസിങ്, ഷോർട്ട് സ്പ്ലൈസിങ്, ബാക്ക് സ്പ്ലൈസിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും 2 സ്പ്ലൈസിങ് ഒക്കെ അവർ ചോദിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് ലാഷിങ്. ഇപ്പോൾ ഡയഗണൽ ലാഷിങ് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നീട് വരുന്ന നമ്മുടെ ആക്ടിവിറ്റി എസ്റ്റിമേഷനാണ്. അതായത് ഇപ്പോൾ ലൂംബർമാൻസ് മെത്തേഡ് പ്രകാരം കൊടിമരത്തിൻ്റെ ഹൈറ്റ് കണക്കാക്കി എഴുതുക. ചിത്രം സഹിതം ആ ഹൈറ്റ് എത്രയാണെന്ന് കണക്കാക്കി എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ പുഴയുടെ വീതി കണക്കാക്കുന്ന മെത്തേഡ് ചിത്രം സഹിതം രേഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ എസ്റ്റിമേഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചിലപ്പോൾ കണക്കാക്കാനായിട്ട് പറയും. നമ്മുടെ ഒരു ഊഹം എത്രത്തോളം ശരിയാണെന്നാണ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പ്ലേറ്റിലുള്ള ധാന്യമണികളുടെ എണ്ണം ഗസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതൊക്കെ ആ ഒരു കറക്റ്റ് ലെവലിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള മാർക്കുകളൊക്കെ ലഭിക്കും. ഓരോ ആക്ടിവിറ്റി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ എക്സാമിനേഴ്സ് നിങ്ങളുടെ ചെസ് നമ്പറിന് നേരെ നിങ്ങളുടെ സ്കോർ രേഖപ്പെടുത്തുന്നുണ്ടായിരിക്കും.
അപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഡേയിലത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങി. പിന്നെ നമുക്ക് നൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന ആക്ടിവിറ്റീസുകൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള അവസരമാണ് ലഭിക്കുക. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ BP6 എക്സസൈസോട് കൂടിയിട്ടാണ് ആരംഭിക്കുക. അതിൽ മാർച്ചിങ് ഉണ്ടായിരിക്കും. അതിനുശേഷം മാർച്ചിങ് ഉണ്ടായിരിക്കും. മാർച്ചിങ്ങിൽ നല്ല രസമായിട്ട് തന്നെ നമ്മൾ മാർച്ച് ചെയ്യണം. അതിനെല്ലാം ഓരോ ആക്ടിവിറ്റീസിനും ഒരു മാർക്ക് അവിടെ എക്സാമിനേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമിനറുടെ കീഴിൽ മിക്കവാറും നമ്മുടെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ 20ഓ 25ഓ ഗൈഡ്സ് അല്ലെങ്കിൽ സ്കൗട്ട്സാണ് ഉണ്ടാവുക. അത് കുട്ടികളുടെ എണ്ണത്തിന് അനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഓരോ എക്സാമിനറിനും ഈ 20 കുട്ടികളിലൊക്കെ നന്നായി ശ്രദ്ധിക്കാൻ തന്നെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റിയും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് തന്നെ ചെയ്യാം. പിന്നെ വീണ്ടും ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ കളർ പാർട്ടി ആയിട്ട് നല്ല ചുറുചുറുക്കോട് കൂടിയിട്ട് 3 പേര് അതിന് റെഡി ആയിട്ട് വരണം. പിന്നെ ആജിക സൂചാറ് പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം. പിന്നീട് വരുന്നത് ടെൻറ്റ് മേക്കിംഗ് ഒക്കെയാണ്. അതേപോലെ മൾട്ടിപർപ്പസ് ഗാഡ്ജറ്റ് മേക്കിംഗ്, ഫ്ലാഗ് സ്റ്റാഫ്, അത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ മോർണിംഗിലായിരിക്കും തരിക, അല്ലെങ്കിൽ ഈവനിങ്ങിലായിരിക്കും തരിക. അപ്പോൾ ടെൻറ്റ് മേക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം. ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. പിന്നീട് ക്വിസ്സാണ് വരിക, അതായത് റിട്ടൺ ടെസ്റ്റാണ്. അതായത് നമ്മുടെ സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് വാക്സിൽ നിന്നൊക്കെ ഒരു 10 മാർക്കിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അത് റിട്ടൺ ടെസ്റ്റാണ്. അത് നിങ്ങൾ എഴുതണം. പിന്നീട് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു സെക്ഷനാണ്. അതായത് നമ്മുടെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് എയ്ഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അതായത് കോളർ ബോൺ ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കെട്ടുക, അതേപോലെ അപ്പർ ആം ഫ്രാക്ചർ വന്നാൽ എന്താണ് ചെയ്യുക, ലോവർ ലെഗ് ഫ്രാക്ചർ വന്നാൽ എങ്ങനെയാണ് നമ്മൾ കെട്ടുകൾ കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഞാൻ ഏതാനും ഒരു എക്സാമ്പിളുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് എയ്ഡിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മളത് കെട്ടുന്നതെന്നാണ് അവിടെ കാണിക്കേണ്ടത്. അത് പെയറായിട്ടാണ് ചെയ്യേണ്ടി വരിക. പിന്നീട് പ്രൊഫിഷ്യൻസി ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇപ്പം മാപ്പിംഗ് ഉണ്ടായിരിക്കും, കോമ്പസ് സെറ്റ് ചെയ്യാനായിട്ട് പറയും. പിന്നെ അതേപോലെ തന്നെ ആ ഒരു മാപ്പിലെ ചിഹ്നങ്ങൾ എന്താണ് സൂചിപ്പിക്കണമെന്ന് പറയും. ഗ്രിഡ് റെഫറൻസ് പറയാനായിട്ട് പറയും. ട്രയാങ്കുലേഷൻ മെത്തേഡിൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് ഒരു A4 ഷീറ്റിൽ വരച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ പ്രൊഫിഷ്യൻസി ബാഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് അടുത്തത്. പിന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രൊഫിഷ്യൻസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 5 ഇപ്പം 3 പ്രൊഫിഷ്യൻസി ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുക. സാധാരണ രീതിയിൽ അത് ഓരോ ജില്ലയിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ പയനിയർ, ഗെയിംസ് ലീഡർ, സിറ്റിസൺ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും നിങ്ങൾ എഴുതിയിരിക്കുന്ന റെക്കോർഡ്സ് ഏതാണോ അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം ക്വസ്റ്റ്യൻസ് ആ എഴുതിയിരിക്കുന്ന റെക്കോർഡിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ തൃതീയ സോപാൻ ടെസ്റ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്. പിന്നെ ഓരോ ദിവസം ക്യാമ്പ് ഫയർ 2 ദിവസവും അത് നിങ്ങളുടെ ആ ഒരു സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട്, നിങ്ങളുടെ എക്സാം സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നൈറ്റിലുണ്ടായിരിക്കും. പിന്നീട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റിയാണ് ബാക്ക് വുഡ്സ്മാൻ കുക്കിംഗ്. അതായത് പാത്രമില്ലാതെ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് തീയിൽ തന്നെ ചുട്ടെടുക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഇപ്പോൾ പപ്പടം, കൊള്ളി എന്നിവ ചുട്ടെടുക്കാം. അങ്ങനെ പാത്രം നമ്മൾ കാര്യമായി ഉപയോഗിക്കാതെ തീയിൽ എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം എന്ന കാര്യമാണ് ബാക്ക് വുഡ്സ്മാൻ കുക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അത് തയ്യാറാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ നിങ്ങൾ ക്യാമ്പിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. ലാസ്റ്റ് ഡേ ഓൾ ഫെയ്ത്ത് പ്രെയർ ഉണ്ടായിരിക്കും. അതായത് സർവ്വമത പ്രാർത്ഥന, എല്ലാ മതത്തിലെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുള്ള ഒരു സർവ്വമത പ്രാർത്ഥനയുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫ്ലാഗ് ലോവറിങ്ങിനൊക്കെ ശേഷം ക്യാമ്പ് അവസാനിപ്പിച്ച് പിരിച്ചുവിടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കോമ്പസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ GKയിൽ വരാവുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് അവർ വെരിഫൈ ചെയ്യും. അതിൽ സൈനും സീലൊക്കെ വെക്കും. റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. യൂണിഫോം ചെക്കിങ് അതേപോലെ ഉണ്ട്. യൂണിഫോമിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം സാഷ് അടക്കം എല്ലാം കൃത്യമായിട്ട് യൂണിഫോം ചെക്കിങ് ആദ്യത്തെ ദിവസം തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട്. പിന്നെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ട് പോവുക. നമുക്ക് എന്തെങ്കിലും പ്രാക്ടിക്കൽ ടെസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ എക്സാമിനേഴ്സിൽ നിന്നും നമുക്ക് കറക്ഷൻ ചെയ്ത് വീണ്ടും അവരുടെ മുന്നിൽ ആ പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു റീടെസ്റ്റിനുള്ള ഒരു അവസരം ആ ക്യാമ്പിൻ്റെ ദിവസങ്ങളിൽ തന്നെ നമുക്കുണ്ട്. ആ കാരണം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തൃതീയ സോപാൻ ടെസ്റ്റ് ജയിച്ച ഒരു സ്കൗട്ട് അല്ലെങ്കിൽ ഗൈഡിനെ SSLCയിൽ ഗ്രേസ് മാർക്കായിട്ട് 18 മാർക്കാണ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. തൃതീയ സോപാൻ ടെസ്റ്റിന് ഒരുങ്ങുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ.